എന്തായാലും കോൺഗ്രസിനകത്ത് ഇട്ട ഒരു തീപ്പൊരി ഇപ്പൊ ആളി കത്തിയിരിക്കുകയാണ്. ശശി തരൂരിന്റെ അറിയാലോ ട്വിറ്റർ പോസ്റ്റ്, ട്വിറ്റർ സർവേ, അതെന്തായാലും ആളി കത്തിയിരിക്കുകയാണ്. അദ്ദേഹം അതിലൂടെ എന്താണ് അറിയിക്കാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ബുദ്ധിയുണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ CPM-നകത്തും ഇതുപോലൊരു തീപ്പൊരിക്ക് വീഴാനുള്ളൊരു സാഹചര്യം ഉണ്ടോ? അതായത് വിജയ്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കേട്ടത് ഒരു സർവേ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ശശി തരൂരിന് യോഗ്യതയുണ്ട്, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുണ്ട്. അത് ശരിയാണ്. കാര്യം വിജയ് പോലെയുള്ള യങ്സ്റ്റേഴ്സ്, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ നമുക്ക് ഇനിയുള്ള കാലത്ത് ഇത്തരത്തിൽ ഈ ഒരുമാതിരിയുള്ള പേക്കൂത്തുകളും പിന്നെ ഈ അല്പത്തരവും അല്ലാതെ ഒന്നും അർത്ഥമില്ല. നമ്മൾ കറക്റ്റ് എഴുതി വെച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം നമ്മൾ രാജ് ചന്ദ്രശേഖരൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹം PPT പ്രസൻറ്റേഷൻ നടത്തിയിരുന്നു. നമ്മൾ ഹോംവർക്ക് ചെയ്ത് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അത് ഇന്നത്തെ യങ്സ്റ്റേഴ്സിൽ അത് ഉണ്ട്, കുറേയധികം പേരിലുണ്ട്. കൃത്യമായ ഒരു ഓർഗനൈസേഷൻ, ഐ മീൻ അതിൻ്റെ ഒരു കറക്റ്റ് കാൽക്കുലേഷൻ, അത് അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോയാൽ അതുള്ള ചെറുപ്പക്കാരൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടും. അപ്പോൾ അത്തരത്തിൽ ഒരു കാൽക്കുലേഷൻ ഉള്ള ഒരാളിനെ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ശശി തരൂർ വരണമെന്ന് യങ്സ്റ്റേഴ്സ് എല്ലാം ആഗ്രഹിക്കുന്നത്. അല്ലാതെ വെറുതെ ചീപ്പ് പൊളിറ്റിക്സ് കളിക്കുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. അപ്പോൾ കൊഞ്ഞനം കാണിക്കുന്നതിലോ മാറിയിരുന്ന് കുറ്റം പറയുന്നതിലോ ഒന്നും ഒരു അർത്ഥമില്ല. അപ്പോൾ ഇതിൽ വിജയ് ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ വരാം. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥലത്തില്ല, അപ്പോഴാണ് ഈ ബോംബ് പൊട്ടിയിരിക്കുന്നത്. KK ശൈലജ ജനസമ്മതി ഉള്ള നേതാവാണ്. ആ ബോംബ് അങ്ങ് അമേരിക്കയിൽ വരെ ചെന്ന് പൊട്ടിയിട്ടുണ്ടാവും, നെഞ്ചിൽ ഇടുത്തി വീണിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട അമേരിക്കയിൽ നമ്മുടെ കാരണഭൂതനുണ്ട്. അപ്പൊ ഈ ബോംബ് കഴിഞ്ഞ 5 കൊല്ലം മുമ്പേ പൊട്ടിയൊരു ബോംബാണ്. അതിനെ ഇവരെല്ലാം കൂടെ വെള്ളം കോരി ഒഴിച്ച് അണച്ചതാ. ആര്? ഈ പാർട്ടിക്കാരെല്ലാം കൂടെ അണച്ചതാ, പ്രത്യേകിച്ച് കണ്ണൂർ ലോബി. അപ്പോ ഇവരുടെ ബന്ധു ശൈലജയും ഗൗരിയമ്മയും തമ്മിൽ ഇക്വേറ്റ് ചെയ്തൊക്കെ പല രീതിയിലും പലരും സംസാരിച്ചു. ശൈലജയെ കഴിഞ്ഞ 10 കൊല്ലം മറ്റ് കോർണർ ചെയ്യുന്നുണ്ട്. ഗോൾഡ് എന്ന് പറഞ്ഞാലും അവർക്കൊരു ചില അവസരങ്ങളിൽ ഒരു പുരുഷന്റെ സഹായം വേണ്ടി വരും. അത് അല്ല, അങ്ങനെയല്ല. എത്രയുണ്ടെങ്കിലും അവര്, ഞാൻ പറയുന്ന ഒരിക്കലും ഞാൻ സ്ത്രീപക്ഷ വിരോധി അങ്ങനെയൊന്നുമല്ല. പക്ഷെ അത് ഇടതുപക്ഷ സർക്കാരിന്റെ തന്നെ ഒരു നയത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു പുരോഗമന നയം അങ്ങനെയല്ല. പുരോഗമനമൊക്കെ ഇടതുപക്ഷം പറയുന്ന പുരോഗമനമൊക്കെ കാറ്റിപ്പറത്തി കളയേണ്ട സാധനമാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഗൗരിയമ്മയുടെ കാര്യം പറഞ്ഞു. ഗൗരിയമ്മ എന്ന് പറഞ്ഞാൽ ഇത്രയും തന്റേടിയായ ഒരു യുവതി ഉണ്ടായിരുന്നില്ല. തോമസ് അവരുടെ ഭർത്താവ് അറിയാമല്ലോ. അപ്പോൾ ആ ഭർത്താവിനെ ശരിക്കും അവർ തമ്മിലുണ്ടായ വഴക്കും കാര്യമൊക്കെ CPIയും തമ്മിലുള്ള വിഷയമായിരുന്നു. അപ്പോൾ ഇതിന് സിനിമയായിട്ട് വന്നിട്ടുണ്ട്. അത് ലാൽ സലാം. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ KK ശൈലജയുടെ പേര്, ഈ ബോംബ് അവിടെ പിണറായി വിജയൻ അമേരിക്കയിൽ തന്നെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടിക്കകത്ത് ഇത്തരത്തിൽ ഒരു ആലോചന ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം ആ സാധ്യതയില്ല. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കാണുന്നത് നടപ്പാക്കുക എന്നുള്ളൊരു തന്ത്രത്തിലേക്ക് പോകും. കാര്യം പിണറായി വിജയന്റെ ജനസമ്മതി പോയി എന്ന് പാർട്ടിക്കകത്ത് നമ്മൾ തിരുവനന്തപുരം ഭാഷയിൽ പൂച്ചം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഈ പേടിക്കുന്നവന്മാരെല്ലാം തന്നെ ചെറുതായിട്ടെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് ഈ കാണുന്ന മുള്ളുന്നവന്മാരൊക്കെ തന്നെ ഈ തിരിയാൻ തുടങ്ങും. ഇദ്ദേഹത്തിനെ കാണുമ്പോൾ മുള്ളുന്നവന്മാരുണ്ട്, ഓംബ്രാൻ വിളിക്കുന്നവന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ മുള്ളാൻ തുടങ്ങും. പാർട്ടിയുടെ താഴെ ഘടകം മുതൽ. സത്യം പറയാം, പാർട്ടിയുടെ ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനങ്ങളിലൊക്കെ തന്നെ ബ്രാഞ്ച് ഘടകത്തിലും ലോക്കൽ ഘടകത്തിലും ഏരിയ ഘടകത്തിലും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങി തെക്കൻ ജില്ലകളിലെല്ലാം ഇദ്ദേഹത്തിനെതിരെ നിശിതമായ വിമർശനം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ നിശിതമായ വിമർശനം താഴെക്കടയിലെ സാധാരണ പാർട്ടി സഖാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വ്യക്തമായ വിവരം ആ കാര്യത്തിലുണ്ട്. അപ്പോൾ ഇതിൽ മറ്റൊന്നുമില്ല, KK ശൈലജയുടെ പേര് പൊങ്ങി വരും. കാര്യം KK ശൈലജയുടെ പേര് ഉയർത്തി കാണിക്കേണ്ടത്, അങ്ങനെയെങ്കിലും 3ാം തവണ ഭരണം പിടിക്കണം. അത് CPM ചെയ്യും. അതാണ് CPM-ന്റെ ഒരു തന്ത്രം. അതായത് KK ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഒരു ഹൈലൈറ്റിംഗ് ഉണ്ടാവും. അതുണ്ടാവാനുള്ള സാധ്യത ഈ പാർട്ടിയുടെ ഇതുവരെയുള്ള നേച്ചർ അങ്ങനെയാണ്. ഈ പാർട്ടിയുടെ നേച്ചർ അങ്ങനെയാണ്. കാര്യം കാണുന്നതിന് വേണ്ടി ഇപ്പൊ ഗൗരിയമ്മയെ അന്ന് ഉയർത്തി കാണിച്ചവര് വന്നു അല്ലെ. ഗൗരിയമ്മ ഒരു സ്ത്രീപക്ഷം, ഗൗരിയമ്മയുടെ വോട്ട്, എന്നിട്ട് ആരായി? അതേപോലെ ശൈലജയെ ഉയർത്തി കാണിക്കും. എന്നിട്ട് ഒരു മുദ്രാവാക്യം കൊണ്ടുവരുന്നല്ലോ, കേരള നാട്ടിൽ ഗൗരിയമ്മ ഭരിച്ചിടും എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് വരെ അവരുണ്ടാക്കി അല്ലെ. അതാണ് CPM. അന്ന് VS വരെ കളിച്ചു. അപ്പോ ഇത്തരത്തിൽ അന്ന് ഇപ്പം വിജയനോട് ചോദിച്ച പോലെ കേരള നാട്ടിൽ എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അത്തരത്തിൽ ഒരു എന്താ പറയാ, അങ്ങനെ CPM-നെ സംബന്ധിച്ച് കാര്യം നടക്കണം. നമ്മൾ നാടൻ ഭാഷയിൽ പറയുമല്ലോ ചേട്ടാ, ചേച്ചിയെ കാണിച്ച് അതായത് അനിയത്തിയെ കാണിച്ച് ചേച്ചിയെ കെട്ടിക്കുക. പെണ്ണ് കാണാൻ വരുമ്പോ ചേച്ചിയെ കാണിച്ചിട്ട് അനിയത്തിയെ കാണിച്ചിട്ട് ചേച്ചിയെ കെട്ടിക്കുക. അനിയത്തിക്ക് പ്രായക്കുറവായിരിക്കും, അനിയത്തി കാണാൻ സുന്ദരിയായിരിക്കും. അപ്പൊ വിക്കാച്ചറക്കായിട്ടിരിക്കുന്ന, അങ്ങനെ പറയാൻ പാടില്ല, പാവം പെൺകുട്ടികൾ അങ്ങനെയൊന്നും നാടൻ പ്രയോഗമാണ്.
പലതും കാലഘട്ടം പെൺമക്കൾ അച്ഛനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു. അല്ലെ, കാലഘട്ടപ്പെട്ടതാണ്. എന്നാലും അത് സന്ദർഭത്തിന് പറ്റിയ ഇത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അത്തരത്തിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് ശൈലജ ടീച്ചറിന്റെ പേര് പൊങ്ങി വരും. നമുക്ക് VS മുഖ്യമന്ത്രിയാക്കിയ കഥയിലേക്ക് ജസ്റ്റ് ഒന്ന് പോകേണ്ടി വരും. VS ഇതുപോലെ ജനസമ്മതനായ ഒരു നേതാവായിരുന്നു. വിജയ്ക്ക് അന്ന് പ്രായം തീരെ ചെറുതായിരിക്കും, അല്ല VS കൊണ്ടുവരണം എന്നൊക്കെ പറയുന്ന പഠിച്ചുകൊണ്ട് നടക്കുന്ന സമയമായിരിക്കാം. ഞാൻ അന്ന് ഇന്ത്യ വിഷനിൽ ജോലി ചെയ്യുവാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അന്ന് VS എന്ന് പറഞ്ഞാൽ അന്ന് സഭയിൽ വിഷ്ണുനാഥ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് വർക്ക് ചെയ്ത ചാനൽ ഇന്ത്യ വിഷൻ എന്ന ചാനലാണ്. ഈ VS വേണ്ടി പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇത് MK മുനീറിൻ്റെ ചാനലല്ലേ ഇന്ത്യ വിഷൻ, എന്നിട്ട് എന്താ ഇദ്ദേഹത്തിന് ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നത്? ഇന്ത്യ വിഷൻ മാത്രമല്ല, ഏഷ്യാനെറ്റ് ന്യൂസ് തുടങ്ങിയിട്ട് നിരവധി ചാനലുകൾ ഇദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്തു. കാര്യം അദ്ദേഹം അന്ന് അത്ര നല്ല വൈബ്രൻ്റ് ആയിട്ട്, കാര്യം പഴയ VS അല്ല, പഴയ VS മാറ്റിയെടുത്തത് മാധ്യമങ്ങളാണ്. ഈ കേരള കൗമുദിയിലെ MB സന്തോഷം എന്നൊക്കെ പറയുന്ന റിപ്പോർട്ടറൊക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ, അവരൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് അഹോരാത്രം, കേരള കൗമുദി ഒരുപാട് അഹോരാത്രം പണിയെടുത്തായിരുന്നു. അപ്പോൾ ഇവരന്ന് എന്താ ചെയ്തത്? VS മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ലെന്ന ഈ പാർട്ടിയുടെ ഇരുമ്പ് ചട്ടക്കൂടുണ്ട്. അത് വിജയ്ക്ക് അറിയാമെന്ന എൻ്റെ വിശ്വാസം. പാർട്ടിക്ക് ഒരു ഇരുമ്പ് ചട്ടക്കൂടുണ്ട്. ഈ ഇരുമ്പ് ചട്ടക്കൂട് ഉണ്ടാക്കിയത് VS തന്നെയാണ്. ഈ CPM ഇരുമ്പ് ചട്ടക്കൂട്, ഈ ഇരുമ്പ് ചട്ടക്കൂട് പൊളിച്ചു ജനങ്ങൾ. VS മുഖ്യമന്ത്രി ആകണമെന്നുള്ളത്. അന്ന് ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ആര്? പിണറായി വിജയൻ. എന്നിട്ട് എന്തായി? അവിടെ നിന്ന് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ, പ്രകാശ് കാരാട്ട് ഇവരുടെ പക്ഷത്താണ്. പ്രകാശ് കാരാട്ട് എന്ന് പറയുന്ന പാർട്ടിയുടെ CC എന്നും ഇപ്പോഴത്തെ പോൾ ബ്യൂറോ എന്നും അദ്ദേഹം ഇവരുടെ പക്ഷത്താണ്. ആരുടെ പക്ഷത്ത്? ഈ കേരള ഘടകത്തിന്റെ കുഴുത്തുരുമ്പ് ടീമുകളുടെ കൂടെയാണ്. മനസ്സിലായില്ലേ? വരട്ടുവാദങ്ങളുടെ കൂടെയാണ്. അവിടെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് സീതാറാം യെച്ചൂരി മാത്രമാണ്. എന്നിട്ട് അദ്ദേഹം വന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തുടർച്ചയായി ഒരു 20 ദിവസം, ഒരു മാസത്തിൽ 20 ദിവസം വരെ കേരള കൗമുദിയുടെ ഹെഡിങ് എങ്ങനെയായിരുന്നു? VS മുഖ്യമന്ത്രിയാകണം, എന്തുകൊണ്ടാകുന്നില്ല? ഇങ്ങനെ കേരള കൗമുദിയുടെ മെയിൻ വാർത്ത, മെയിൻ സ്റ്റോറി അതായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, ഇത് ഇന്നലെ മുഖ്യധാര മാധ്യമങ്ങൾ ആരും ഏറ്റെടുത്തില്ല. ശൈലജയുടെ കാര്യം എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളി ചെന്നിട്ടുണ്ടാവുമോ? എനിക്കറിയില്ല. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇന്നലെ അഭിലാഷ് മോഹൻ പോലും ഈ ചർച്ചയ്ക്ക് ഇന്നലെ ഉണ്ടായിരുന്നു. അഭിലാഷ് മോഹൻ ഒരു കടുത്ത ഇടതുപക്ഷ പക്ഷപാതി എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ പഴയ ഇന്ത്യ വിഷൻ സുഹൃത്താണ് അദ്ദേഹം. ഇദ്ദേഹം മാതൃഭൂമിയിൽ ഇന്നലെ ഇദ്ദേഹം സംസാരിച്ച തരൂരിൻ്റെ വിഷയത്തിലാണ് കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്തത്. തരൂരിൻ്റെ വിഷയം ഒരു പുതുമയുള്ള കാര്യമല്ല. തരൂർ എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ അധികാരം വരുമ്പോൾ തമ്മിലടിക്കുന്നതും ഞാൻ വേണമെങ്കിൽ പറയാം, വിജയ് ഈ ഭരണം വീണ്ടും LDF വരത്തക്ക രീതിയിൽ എവർ തന്നെ വേണ്ട കളി കളിക്കും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ VD സതീശൻ്റെ ആക്ടിങ് എങ്ങനെയാണ്? ഇദ്ദേഹം ഇവിടുന്ന് അമേരിക്കയിൽ പോയി. അദ്ദേഹം വെറുതെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയെന്നാണ് പറയുന്നത്. അദ്ദേഹം ഡോക്ടറെ കാണാൻ വേണ്ടി പോയെന്നാണ് പറയുന്നത്. ഈ ഡോക്ടറെ കാണാൻ വേണ്ടി പോയതിന് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം സംസാരിച്ചത് കേട്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, അദ്ദേഹം പോയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സൗഹൃദം അവിടെ നിന്നോട്ടെ, പക്ഷെ രാഷ്ട്രീയം സംസാരിക്കണം ഈ അവസരത്തിൽ. തീർച്ചയായിട്ടും. കാരണം ആശുപത്രിയിൽ അദ്ദേഹം പോകണമെന്നുള്ളത് നേരത്തെ തീരുമാനിച്ചതായിരിക്കാം. അതുമല്ല, അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇവിടെ ഈ നമ്പർ 1 ലോകോത്തര ഇത് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയോ MLA പോലും ഈ കേരള സർക്കാരിന്റെ ആരോഗ്യ സ്ഥാപനങ്ങളിലോട്ട് പോകുന്ന നമ്മൾ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, സജി ചെറിയൻ കഴിഞ്ഞ ദിവസം ഒരെണ്ണം പറഞ്ഞ് എന്താ പറയാ, കുഴിയിൽ ചാടുകയും ചെയ്തു. എന്താ പറഞ്ഞ അതിൽ അവിടെ അദ്ദേഹം സ്വകാര്യ ആശുപത്രി പോലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെട്ടു. സർക്കാർ ആശുപത്രിയിൽ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ, തുടർന്നിരുന്നെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. അത് രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാ. നാവുപിഴയൊന്നുമല്ല, അതൊക്കെ ഈ പറയുന്ന ആരെ രക്ഷിക്കാം? വീണ ജോർജിനെ. അപ്പൊ ഇതിന് നമ്മളിപ്പോ സംസാരിച്ചു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇപ്പൊ വിജയ് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായിക്കോട്ടെ, അവർക്കൊരു വോട്ട് വേണം വിജയുടെ വീട്ടിൽ നിന്ന്. അപ്പം റിപ്പോർട്ട് കിട്ടും, ആ പയ്യൻ എഡ്യൂക്കേഷനുള്ള പയ്യനാണ്, അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചായാൻ സാധ്യതയുണ്ട്, അവനെ നമുക്കൊന്ന് കോർണർ ചെയ്യണം, അവൻ്റെ വോട്ട് നമുക്ക് വേണം. ഇതെന്നുള്ള ബുദ്ധി ആലോചിക്കും. വിജയ് അത്യാവശ്യം നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ വിജയെ കാണാൻ വരും, കഴിക്കുന്നു, വിജയെ കാണുന്നു. കാണാത്തവന്മാർ, സഹാക്കൾ, ഈ ഇരുമ്പ് ചട്ടക്കൂടിലുള്ളവന്മാർ, മുഖത്തൊക്കെ ചിരിക്കാത്തവന്മാർ ഒക്കെ നിങ്ങളെ കണ്ട് ചിരിക്കും. നിങ്ങൾക്ക് ഒരു ദിവസം ബിരിയാണി വാങ്ങിച്ചു തരും, നിങ്ങളെ കൂടെ നടക്കും, നിങ്ങളെ കൊണ്ടുപോകും. അവസാനം നിങ്ങളെ വോട്ട് അവർ വാങ്ങുകയും ചെയ്യും. അതാണ് CPM. അവർക്ക് അടവ് നയമുണ്ട്. അവരുടെ അടവ് നയത്തിൽ KK ശൈലജയെ അവർ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. എന്നിട്ട് KK ശൈലജയുടെ പേര് ഇപ്പം ചിലപ്പോൾ ഈ തദ്ദേശ ഇലക്ഷനിൽ ഈ പറയുന്ന കാരണഭൂതന്റെ മുഖമായിരിക്കും വരുന്നത്. പക്ഷെ ജനം വെറുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇനി ആരാണ് ഇഷ്ടപ്പെട്ടതെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഈ പറയുന്ന അമേരിക്കയിൽ പോയത് എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ സതീശൻ്റെ കാര്യമാണ്. നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ ഒന്ന് പോകണം, കാര്യം കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ സതീശൻ എന്തുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞില്ല? ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം മാത്രമല്ല, ആശുപത്രിയിൽ നിങ്ങൾ പൊയ്ക്കോളൂ, പക്ഷേ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു. അവിടെ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടിയോറ് എടുപ്പിക്കുന്ന രീതിയിൽ ആ SFI പിള്ളേർ എന്തെല്ലാമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഒരു കേവലം BJP രാഷ്ട്രീയം, BJP കേന്ദ്ര രാഷ്ട്രീയം, കേരളം CPM രാഷ്ട്രീയം, ഇതിന് മുതിർന്നവർ ഈ പിള്ളേരെ കൊണ്ട് കളിപ്പിച്ച് ഒരു അപകടം അവിടെ ഉണ്ടായ നമ്മൾ കൂടുതലൊന്നും പ്രെഡിക്റ്റ് ചെയ്യണ്ട. ഇന്നിപ്പോൾ അമിത്ഷാ വരുമെന്ന് പറയുന്നുണ്ട്.
ഈ പിള്ളേർ കൊച്ചു പ്രായമാണ്, ഒരു 22 വയസ്സ് 21 വയസ്സിലൊക്കെ അങ്ങ് ഇറങ്ങി സംഭവം ഉണ്ടായാൽ എന്ത് ചെയ്യും? അപ്പൊ അതൊക്കെ നിയന്ത്രിക്കണ്ടേ? അദ്ദേഹം ആർക്കും ചാർജ് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല, മുഖ്യമന്ത്രി ആർക്കും ഇത് കൊടുത്തിട്ടില്ല. 2-3 പേര് അങ്ങ് പോണെങ്കിൽ പോട്ടെ, നമുക്ക് അത് വെച്ചിട്ട് അടുത്ത പ്രക്ഷോഭം ഉണ്ടാക്കാമല്ലോ. ഇതാണ് രക്തസാക്ഷികളാണ് ആവശ്യം. അപ്പൊ ഈ മണ്ടന്മാർക്ക് മനസ്സിലാവണ്ടേ? അത് ആരും പറയാം, പറഞ്ഞാൽ കേൾക്കില്ല. രാവിലെ വീട്ടിൽ നിന്ന് പുസ്തകം കൊണ്ടിറങ്ങുമ്പോൾ അമ്മ ചോദിക്കട്ടെ, യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്ന കുട്ടി, നീ പിന്നെ കോളേജ് കയറുമോ അതോ നീ എന്താ പറയുക തിരുവനന്തപുരം ഭാഷ? പ്രായത്തിന്റെ മാത്രമല്ല കേട്ടോ, മരിക്കും വരെ. പുഷ്പന്റെ സഹോദരൻ BJP ചേർന്നു കേട്ടു. അതെ അതെ, പക്ഷെ പുഷ്പൻ മരിക്കും വരെ സഖാവായിരുന്നു. അത് പുഷ്പനെ നോക്കേണ്ടത് ആവശ്യമുണ്ട്. ഈ പറയുന്ന പോലെ വിജയ്ക്ക് ഒരു കാര്യം അറിയാം, കണ്ണൂരൊക്കെ ഈ ജയിലിൽ ഈ പറയുന്ന TPയുടെ മരണം മാത്രമേ ഉള്ളൂ കറക്റ്റ് പ്രതികളെ പിടിച്ചത്. അത് അറിയാവോ നിങ്ങൾക്ക്? യഥാർത്ഥ പ്രതികളെ പിടിച്ചത് TPയുടെ കേസ് മാത്രമേ ഉള്ളൂ, ബാക്കി ഇവർ കൊടുക്കുന്ന ഡമ്മി പ്രതികളാണ്. പക്ഷേ ഈ പ്രതികൾ തന്നെ അവരെ വീട്ടിലെ ചെലവ് നോക്കുന്നവരാണ്. അത് മാത്രമല്ല, ഈ പ്രതികളിൽ ചിലര് പരോളിന് ഇറങ്ങി മുഹമ്മദ് റിയാസിന്റെ കല്യാണം വീണ. ഇനി എനിക്ക് ഒരു വിഷയം കൂടെ ഉണ്ട്, ആ വിഷയം നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം. അവരുമായിട്ടുള്ള കല്യാണത്തിൽ പങ്കെടുത്തതായിട്ട് പലരും കണ്ടു സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. അത് മറ്റൊരു അവസരമുണ്ട്. ഈ പറഞ്ഞ ഗുണ്ടകളുടെ കഥ പറഞ്ഞത് കൊണ്ടാണ് അത് നമുക്ക് പിന്നീട് മറ്റൊരു അവസരമുണ്ട്. ഒരു വലിയ ബോംബുണ്ട്, അത് നമുക്ക് പിന്നീട് പൊട്ടിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ നമുക്കൊന്നേ പറയാനുള്ളൂ, KK ശൈലജയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഗൗരി അമ്മയെ പറ്റിച്ചതുപോലൊരു പറ്റിപ്പിന് ഇവർ പ്ലാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ശൈലജ പക്ഷെ പറ്റിക്കാൻ തുടങ്ങിയാൽ, ശൈലജ കഴിഞ്ഞ തവണ പറ്റിച്ചതാണല്ലോ. അതെ. അപ്പൊ ഇനി ഒരു മെറിറ്റ്, ഒരു വിഷയം കൂടെ ഉണ്ട്. 2 തവണ മത്സരിച്ചവർക്ക് മത്സരിക്കാൻ പാടില്ല എന്നൊരു നോം ആദ്യം എടുത്തങ്ങിടും. അതൊക്കെ ഇവിടെ തന്ത്രമാണ്. ചിലപ്പോൾ കണ്ണൂർ അദ്ദേഹത്തിന് മത്സരിക്കാം. അതെ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കണ്ണൂർ ഒരു തന്ത്രമുണ്ട്. കണ്ണൂർ എന്ന് പറയുന്ന അവരിപ്പോ ഈ പറയുന്ന പോലെ അവരൊരു ലോബിയും കൂടെ ഉണ്ട്. P ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ആകെ ഇടിച്ചാണ് നിൽക്കുന്നത്. അപ്പം ശ്രീമതി ടീച്ചർ ഇടിച്ചാണ് നിൽക്കുന്നത്. പിന്നെ കുറച്ച് പേര്, ഇപ്പം തോമസ് ഐസക് ആണെങ്കിൽ അദ്ദേഹത്തിന് CC എടുക്കാത്തതിൽ പോളിറ്റ് ബ്യൂറോ കയറാത്തതിൽ അദ്ദേഹത്തിന് നല്ല കലിപ്പുണ്ട്. ഇനി ഐസക്കിന്റെ തീർന്നു, സുധാകരന് നിന്നെ വലിയ ശബ്ദം കേൾക്കില്ല. ഏതായാലും സംസ്ഥാന ഘടകത്തിലെ കണ്ണൂർ ഘടകം തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഗെയിം കളിക്കുമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പേര് ഉയർത്തി കാണിക്കുന്നത് ചിലപ്പോൾ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി ആക്കേണ്ടി വരും. ശൈലജ ടീച്ചർക്ക് വേണ്ടി ഇന്നലെ മാധ്യമങ്ങളാരും വന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് വ്യക്തമായൊരു അജണ്ട ഒളിച്ചിരിപ്പുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും.